നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ IPL ആരംഭിക്കാനിരിക്കെ വലിയ ആവേശത്തിലാണ് ക്രിക്കറ്റ് ലോകമുള്ളത്. പ്രഡിക്ഷൻസും ടീമുകളുടെ വിലയിരുത്തലും ഒക്കെ തകൃതിയായിട്ട് എല്ലായിടത്തും നടക്കുന്നു. ആരാധകർക്കിടയിൽ നടക്കുന്നു, എക്സ്പേർട്സിനിടയിൽ നടക്കുന്നു, മാധ്യമങ്ങളിൽ നടക്കുന്നു. ഇപ്പോൾ നമ്മളൊരു റാങ്കിങ് പരിശോധിക്കുകയാണ്. ഓരോ ടീമിനും 10ൽ എത്ര മാർക്ക് കൊടുക്കാം, ആരൊക്കെ ടോപ്പ് 4ലേക്ക് എത്താം. ഇത് ക്രിക്ക് ബസിന് വേണ്ടി മൈക്കിൾ വോൺ നടത്തിയിട്ടുള്ള ഒരു വിശകലനമാണ്. മുൻ ഇംഗ്ലീഷ് നായകൻ, കിടിലൻ ബാറ്റർ ആയിരുന്നല്ലോ മൈക്കിൾ വോൺ. അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലാണിത്. അദ്ദേഹം CSKക്ക് കൊടുക്കുന്നത് 10ൽ 6 മാർക്കാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അദ്ദേഹം കാണുന്നത്. ടോപ്പ് 4ലേക്ക് അവർ എത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതേസമയം മുംബൈ ഇന്ത്യൻസിന് മികച്ച സ്ക്വാഡ് ഉണ്ടെന്നും രോഹിത് ശർമ്മയും അതുപോലെ ജസ്പ്രീത് ബൂംറയും സൂര്യകുമാർ യാദവും ഒക്കെയുള്ള ഒരു കിടിലൻ ടീമാണ് അവരുടേതെന്ന് വിലയിരുത്തിയ ശേഷം അദ്ദേഹം പറയുന്നു 10ൽ 7.5 മാർക്ക് കൊടുക്കാം. അതാണ് അവരുടെ ഒരു സ്ക്വാഡ്. തീർച്ചയായിട്ടും ടോപ്പ് 4ൽ എത്താനുള്ള സാധ്യത അവർക്കുണ്ട് എന്നുകൂടി അദ്ദേഹം കണക്കാക്കുന്നു. രാജസ്ഥാൻ റോയൽസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡിനെ വിലയിരുത്തിയിട്ട് ജോസ് ബട്ട്ലറെ കൈവിട്ടത് അവർക്ക് വലിയ നഷ്ടമായി എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. എങ്കിലും യശസ്വി ജയ്സ്വാളും അതുപോലെ സഞ്ജു സാംസണും ഷിംറോൺ ഹെറ്റ്മയറും ഒക്കെയുള്ള ടീമിന് സ്കോർ അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുകൂടി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ 10ൽ 6.5 മാത്രമാണ് അവർക്ക് കൊടുക്കുന്ന ഒരു മാർക്ക്. ടോപ്പ് 4ലേക്ക് അവരെത്താനുള്ള സാധ്യതയില്ല എന്നുകൂടി അദ്ദേഹം വിലയിരുത്തുന്നു. RCB ആണ് അടുത്തത്. RCBയുടെ കാര്യത്തിൽ വിരാട് കോഹ്ലി അടങ്ങുന്ന ഒരു ടീമാണ് അവർ. പക്ഷേ ഇത്തവണയും അവർക്ക് ടോപ്പ് 4ലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. ഇത്തവണ അവർ ടോപ്പ് 4ൽ എത്താനുള്ള സാധ്യത കുറവാണ് എന്ന് അദ്ദേഹം പറയുന്നു. 10ൽ 6.5 ആണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്. PBKS കിടിലൻ ടീമുണ്ട്. PBKSനെ അദ്ദേഹം പഞ്ചാബ് കിങ്സ് എന്നല്ല, ശരിക്കും ഓസ്ട്രേലിയൻ കിങ്സ് എന്ന് വിളിക്കണം എന്ന് പറയുന്നത്. കാരണം റിക്കി പോണ്ടിങ് ഉണ്ട്, പിന്നെ കുറച്ചധികം ഓസ്ട്രേലിയൻ താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ. 10ൽ 7 മാർക്ക് അവർക്ക് കൊടുക്കുന്നു. ടോപ്പ് 4ലേക്ക് എത്താൻ സാധ്യതയുള്ള ടീമായിട്ട് അവരെ കണക്കാക്കുന്നു. അടുത്തത് DC ആണ്, ഡൽഹി ക്യാപിറ്റൽസ്. തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റൽസിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചൊരു ഘട്ടമാണല്ലോ. 10ൽ 5 മാർക്ക് മാത്രമാണ് അദ്ദേഹം അവർക്ക് കൊടുക്കുന്നത്. ടോപ്പ് 4ലേക്ക് ആ സ്ക്വാഡ് എത്തില്ല, ആ ടീം എത്തില്ല എന്നും അദ്ദേഹം വിലയിരുത്തുന്നു. GT ആണ് അടുത്തത്. GTയുടെ ടീമിനെ കുറിച്ച് പറയുന്നത് ജോസ് ബട്ട്ലറും ശുഭ്മൻ ഗില്ലും ചേർന്ന് കിടിലനൊരു തുടക്കം കൊടുത്താൽ എന്തായിരിക്കും, അവരുടെ മധ്യനിര മികച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലയിരുത്തിയിട്ട് അദ്ദേഹം 10ൽ 9 മാർക്ക് GTക്ക് കൊടുക്കുന്നുണ്ട്. ടോപ്പ് 4ലേക്ക് എത്താൻ കഴിവുള്ള ടീമാണ്, ഓൾ ദി വേ പോയി കിരീടം പോലും നേടാൻ കെൽപ്പുള്ള ടീമാണെന്ന് GTയെ അദ്ദേഹം വിലയിരുത്തുന്നു. KKR ആണ് അടുത്തത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKRന് അദ്ദേഹം 10ൽ 8 മാർക്കാണ് കൊടുക്കുന്നത്. ടോപ്പ് 4ലേക്ക് എത്താൻ കെൽപ്പുള്ള ടീമാണ് അവരെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. LSG ആണ് അടുത്തത്. LSGയുടെ ടീമിനെ ഋഷഭ് പന്തിനെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച അവർക്ക് 10ൽ 7 മാർക്ക് കൊടുക്കുന്നു. ടോപ്പ് 4ലേക്ക് എത്താൻ അവർക്കും സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. SRHനാണ് അടുത്തതായിട്ട് അദ്ദേഹം കാണുന്നത്. SRHൻ്റെ കാര്യത്തിൽ 6.5 ആണ് കൊടുക്കുന്നത്. പക്ഷെ അവർ ടോപ്പ് 4ലേക്ക് എത്താനുള്ള സാധ്യത അദ്ദേഹം കാണുന്നത്. അപ്പോൾ ഇതിൽ ടോപ്പ് 4 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ 4ലധികം ടീമുകൾക്ക് അദ്ദേഹം സാധ്യത എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ടോപ്പ് 4 എന്നല്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അദ്ദേഹം എടുത്തു പറയുന്ന ടീമുകൾ ഇപ്പോൾ CSK, രാജസ്ഥാൻ റോയൽസ്, RCB, DC ടീമുകൾക്കൊന്നും ടോപ്പ് 4 സാധ്യതയില്ല എന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത്. ആര് കിരീടം ചൂടും എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു പ്രഡിക്ഷൻ നടത്തുകയാണ്, എൻ്റെ പ്രഡിക്ഷൻ പലപ്പോഴും തെറ്റാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു MI ഇത്തവണ കിരീടം ചൂടുമെന്ന്. ഏതായാലും ഇതിലൊക്കെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ GTക്ക് 10ൽ 9 കൊടുത്തതിലും അതുപോലെ SRHന് വളരെ കുറഞ്ഞ ഒരു മാർക്ക് കൊടുത്തതിലും ഒക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിലയിരുത്തൽ, പവർ റാങ്കിങ്, അത് നാളെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. എല്ലാ IPL ഘട്ടത്തിലും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ടല്ലോ. അത് ഓരോ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പുതുക്കി അവതരിപ്പിക്കാറുമുണ്ട്. ഇത്തവണയും നമുക്ക് IPL പൊളിച്ചെടുക്കണം. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ തൽക്കാലത്തേക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.